നിനക്ക് ആരെ പിടിക്കാൻ നീ ആരുടെ മുളക്കണേ, നീ ആരുടെ ഉണ്ടാക്കണേ? നമസ്കാരം. കഴിഞ്ഞ ദിവസം വീണാ മന്ത്രിയുടെ ഓസ്കാർ അഭിനയത്തിന് വേണ്ടിയിട്ട് കാഴ്ചവെച്ച പ്രകടനം ഗംഗേമമായിരുന്നപ്പോൾ അതിൽ ആ ഒരു സംഭവത്തെപ്പറ്റി ഇവിടെ പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ കേരളം കലുഷിതമാക്കിയ സംഭവത്തിന് പ്രചോദനം നൽകിക്കൊണ്ട് ഇവിടുത്തെ ഭരണ തലവന്മാർ, സഭാനാഥനും സഭാ നേതാവ് ഉൾപ്പെട്ട ഇവിടുത്തെ സർക്കാരിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുന്നവർ തന്നെ കലാപാഹ്വാനത്തിന് ആഹ്വാനം ചെയ്ത രീതിയിലുള്ള പ്രതികരണം ഉണ്ടായതിൻ്റെ ഫലമായിട്ട് കേരളത്തിൻ്റെ വടക്ക് തെക്ക് അങ്ങാറ്റം മുതൽ ഇങ്ങാറ്റം വരെ എല്ലാ ഭാഗങ്ങളിലും നടന്ന ആക്രമണങ്ങളും അതിനെപ്പറ്റി ഉണ്ടായ പ്രശ്നങ്ങളും പിണറായി സർക്കാരിൻ്റെ പോലീസിന് വന്നിരിക്കുന്ന അപജയങ്ങളും പിണറായിസ്റ്റുകൾ എന്ന ഭ്രാന്തന്മാരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന ഗതികേടുകളും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ സംഭവം എന്നുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് ശേഷം പറയാം. നീയല്ലേ എന്നെ ഉണ്ടാക്കിയത്, മുന്നോട്ട് പോകാതിരിക്കുക. തീർക്ക, നീ ആരോടാ എന്നെ തീർക്ക? നീയാണ് എന്നെ തീർക്കുന്നത്. അത് തന്നെയാടാ, ഞാൻ എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാടാ. നീയാണ് അവിടെ ഇൻവെസ്റ്റിഗേഷൻ നയിക്കുന്നത്. ഞാൻ തന്നെ എസ് ഐ എന്ന് പറഞ്ഞോളൂ. അതിനിപ്പുറം ഞാൻ പറഞ്ഞു സി ഐ ആണ്. അവന്റെ ഫ്ലെക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടാണ് അതിന്റെ വീഡിയോ എന്തെങ്കിലും. നിന്നെ കാണിക്കേണ്ട കാര്യമില്ല. നീ ആര് നിന്നെ കാണിക്കാൻ? നീ ആരുടെ നിന്നെ കാണിക്കാൻ? നീ ആര് നിന്നെ കാണിക്കാൻ? ഒരു വശത്തോടെ പോയി ഇവര് കൈക്കൂലിയും മേടിക്കും, മറുവശത്തോടെ ഇവര് ന്യായീകരിക്കാനും പോകാണ് കുഴപ്പം. നിന്നെ വിളിക്കാണ്, നിന്നെ പോലീസ് എടുക്കേണ്ട ഡ്യൂട്ടി കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ തെറി കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഈ കൈക്കൂലി മേടിക്കാൻ നടന്നിട്ടല്ലേ അവസാനം വിലയില്ലാതായത്. പോലീസ് നിൽക്കേണ്ട കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടുകാരെ തെറി കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഈ കാര്യത്തിൽ പറഞ്ഞല്ല, പൊതുവായിട്ട് പറഞ്ഞോ? വീഡിയോ കണ്ടല്ലോ. ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മന്ത്രി വീണ ജോർജിൻ്റെ ആ ഒരു അഭിനയത്തിന് ശേഷം ഇവിടെ കേരളത്തിൽ നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ നടന്ന ആ പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ഈ വ്യക്തികൾ UDFൻ്റെ ബോർഡ് തകർത്തു. കോൺഗ്രസിൻ്റെയൊക്കെ ബോർഡുകൾ, ഫ്ലെക്സ് ബോർഡുകളൊക്കെ തകർത്തതിനെ സംബന്ധിച്ചിട്ടുണ്ടായ പരാതി പ്രകാരം ഇവർക്ക് നോട്ടീസ് കൊടുത്തതാണ്. നോട്ടീസ് കൊടുത്ത് അത് നോട്ടീസ് പ്രകാരം സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ വികാരം കൊണ്ട് ഈ പിണറായിസ്റ്റ് ഭ്രാന്തന്മാരുടെ ആ വേഷം കെട്ടാണ് ആ കണ്ടത്. ഇതാണ് ഇന്നിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത്. അതായത് ഒരു യൂണിഫോം ഇട്ട് വന്ന പോലീസ് SIക്ക് നേരെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ആക്രോശങ്ങൾ നടക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്ന ഡയലോഗുകളൊക്കെ ഒന്ന് കേട്ട് നോക്കുക. ഇവിടെ പിന്നെ എങ്ങനെ നീതി നടപ്പാക്കും? ഇവിടെ എങ്ങനെ സാമൂഹ്യ നീതി പുലരും? നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളുടെ DYFIയുടെ ഒരു ഉന്നത വനിതാ നേതാവ് എന്ന് പറയുന്നത് ഡോക്ടറേറ്റൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഡോക്ടറേറ്റൊക്കെ എങ്ങനെ കിട്ടിയെന്നുള്ളത് പൊതുവായിട്ട് പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ചിന്താ ജെറോമിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു തെറിവിളി മുദ്രാവാക്യങ്ങൾ, അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ ഡാഷുകളെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു ആഭാസകരമാണ്. ചിന്താ ജെറോമാണ് ജാഥ നയിക്കുന്നത്. ആ ജാഥയിൽ വിളിക്കുന്ന മുദ്രാവാക്യമാണ് അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ ഡാഷുകളെ
ആ ഡാഷുകളെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ വാചകമാട്ടോ. അവർ വേറെ വാക്കാണ് പറഞ്ഞത്. ആ വാക്ക് ഞാനിവിടെ പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവൾക്കൊക്കെയാണ് ഡോക്ടറേറ്റ്. ഇവളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ സുരക്ഷ, സ്ത്രീ സംരക്ഷണം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് വാക്താക്കൾ ഒക്കെ ആയിട്ടുള്ളത് ഇത്തരം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തോ ഒരു പ്രത്യേക പരിരക്ഷയുടെ കൂടിയുള്ളതുകൊണ്ട് എത്ര വൃത്തികെട്ട മുദ്രാവാക്യങ്ങളും വിളിക്കാം, യാതൊരു കുഴപ്പമില്ല. ഒരു കേസെടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കേസിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവർക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ പോലീസിൽ നിന്നുള്ളൊരു അഹങ്കാരം ഉണ്ടല്ലോ, അത് തന്നെയാണല്ലോ ഇപ്പോൾ ഈ വീഡിയോയിലും കാട്ടിക്കൂട്ടിയത്. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. പിന്നെ ഇപ്പം ചിന്താ ജെറോമിന് ഇതുവല്ലതും പ്രശ്നമാണ്. എന്താണെങ്കിലും ചിന്താ ജെറോമിൻ്റെ അമ്മേനെ കൊണ്ട് ചിന്താ ജെറോം കുറേ കാലം, ഏകദേശം 1.5 വർഷക്കാലത്തോളം അവിടെ ഒരു റിസോർട്ടിൽ താമസിച്ചിരുന്നു. തുച്ഛമായ വാടകയ്ക്കെന്നൊക്കെ പറഞ്ഞു കേൾക്കാം. ഒരു ദിവസം 4000 രൂപ വാടകയുള്ള റിസോർട്ട് ഒരു മാസം 2000 രൂപ വാടകയ്ക്കൊക്കെ താമസിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്താണെങ്കിലും അവിടെ പിന്നെ ഈ പറഞ്ഞാൽ അച്ഛനെ പറ്റിയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല, ഇതുവരെ കേൾക്കുന്നുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചിന്താ ജെറോമിനെ അണികളെ കൊണ്ട് ഈ രീതിയിൽ മുദ്രാവാക്യം വിളിപ്പിച്ചതെന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തട്ടെ. അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ ഡാഷുകളെ എന്ന് വിളിപ്പിച്ചതിനകത്ത് ചിന്താ ജെറോമിൻ്റെ സ്വന്തം അനുഭവം തന്നെയാണോ ചിന്താ ജെറോം വെളിപ്പെടുത്തിയതെന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ശരി, ജനങ്ങളൊന്ന് വിലയിരുത്തുക ഇത്തരം ആൾക്കാരെ പറ്റി. നന്ദി.